Hello friends, welcome back to my channel Mudbiker. അത്ര തന്നെ. അപ്പോൾ ഏതായാലും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു ഡു സ്റ്റോപ്പി എന്നാണ്. ബൈസൈക്കിൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ വണ്ടിയുടെ ഫ്രണ്ട് ഡിസ്ക് ജാമാണ്. അപ്പോൾ എത്ര തവണ പോകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം സ്റ്റോപ്പി അടിക്കുമ്പോൾ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഡിസ്കിന്. അപ്പോൾ ഏതായാലും മാക്സിമം എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ റോൾ ചെയ്തിട്ട് പോകുന്ന ഒരാളൊന്നും അല്ല, എങ്കിലും അത്യാവശ്യം ഒരു ബേസ് റോൾ എങ്ങനെ ചെയ്യാം എന്നുള്ള, പിന്നെ പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. നമ്മൾ അതിന് എങ്ങനെ റോൾ ചെയ്തിട്ട് അത് എക്സ്റ്റെൻഡ് ആവണം. അപ്പോൾ ഏതായാലും ബേസ് നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ ഒരു 3-4 പേര് കമൻറ്റിൽ ചോദിച്ചായിരുന്നു സ്റ്റോപ്പിയുടെ വീഡിയോ മലയാളം ഇടാൻ. കുറവാണെന്ന് തോന്നുന്നു എനിക്ക് സ്റ്റോപ്പി എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ കിട്ടിയിട്ടില്ല എനിക്ക് സെർച്ച് ചെയ്തിട്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ഏതായാലും കൂടുതൽ വെറുപ്പിക്കുന്നില്ല, വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഡിസ്ക് സ്റ്റക്കായതാ. അപ്പോൾ നമ്മളവിടെ ചെയ്യാമെന്ന് വിചാരിച്ച സ്ഥലത്ത് നടന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ അല്പം മുമ്പ്, സ്റ്റെക്കാണ് ഒരു പ്രോബ്ലം ഉണ്ട് ഡിസ്കിന്. അപ്പോൾ തൽക്കാലം റിട്ടേൺ വീട്ടിലോട്ട് പോയിട്ട് ഒരു സ്പ്രിങ് തൽക്കാലം തിരിച്ചിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം സംഭവം റിട്ടേൺ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മുമ്പത്തെ അത്ര ഒരു പിടിക്കാനുള്ള കംഫേർട്ടില്ല, കാരണം കുറച്ച് ഹാർഡായിട്ടുണ്ട് ഡിസ്ക്. എന്താ പറയുക, ഒരു ഹാർഡ്നെസ് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് ചെയ്യാം. പിന്നെ ചിലപ്പോൾ ഒരു 1-2 വീഡിയോ റോട്ടിലും ചെയ്യേണ്ടി വരും, കാരണം വേറെ വഴിയില്ല. വീണ്ടും ആ ഗ്രൗണ്ടിൽ പോയിട്ട് ചെയ്യുന്നതിനേക്കാളും എനിക്കൊന്നും പൊടിയല്ലേ, മെയിൻലി സ്റ്റൺസ് ചെയ്യാറ് കോൺക്രീറ്റ് പോലുള്ള സ്ഥലത്താണ്. അപ്പോൾ ഏതായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇതൊരു പ്രൈവറ്റ് സ്പോട്ടാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഒരു വീടാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ബേസ് എങ്ങനെ പൊക്കിയെടുക്കുക എന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ സൈക്കിൾ ശരിയില്ലാത്തതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് വേണ്ടി സൈക്കിൾ തന്ന എൻ്റെ ബ്രദർ നൗമാൻ ഒരുപാട് നന്ദി ഞാൻ ഇത് പറയുന്നു. ഏതായാലും ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് നമ്മുടെ ഹാൻഡ് ഫോൾഡ് ആവരുത്, ഹാൻഡ് എപ്പോഴും സ്ട്രൈറ്റ് ഉണ്ടാവണം. ഓക്കെ, ഹാൻഡ് എപ്പോഴും സ്ട്രൈറ്റ് വെക്കുക, ബ്രേക്ക് ഹോൾഡ് ചെയ്യുക, ബോഡി ജസ്റ്റ് ഒന്ന് ബാക്ക് പുൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏതായാലും ഡിസ്ക് ഞാൻ പറഞ്ഞ പോലെ ഹാർഡായിട്ടുണ്ട്, ഇച്ചിരി ടാസ്ക്കാണ്. സീനില്ല, വീഡിയോ എടുക്കാം. അപ്പോൾ ഇതാണ് സ്റ്റോപ്പി എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ റോഡാണെന്നില്ല കേട്ടോ എൻ്റെ. അപ്പോൾ ബേസ് സ്റ്റോപ്പ് ഇതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ നോക്കാം. ഒന്നാമത് ഇച്ചിരി സ്പീഡ് ആവശ്യമാണ്. ഇപ്പോൾ ഇങ്ങനെ വരിക, ബ്രേക്ക് പിടിക്കുക, ബ്രേക്ക് പോയി ഗൈസ്. ഇരുന്നടുത്തുനിന്ന് ബ്രേക്കിങ്ങും എഴുന്നേക്കലും ഒരുമിച്ചാവുന്നു. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു. ഓക്കെ,
ഞാൻ ആ പെഡൽ ചവിട്ടിയിട്ടാണ് വെയിറ്റ് ടോട്ടലി ഫ്രണ്ടിലേക്ക് കൊടുക്കുന്നത്. പിന്നെ ചെറിയ രീതിയിലുള്ള ബ്രേക്ക് ടാപ്പിങ്ങും. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്കിൻ്റെ ഈ ഒരു സംഭവം ലോക്കാകുന്നത് പെർഫെക്റ്റ്ലി കറക്റ്റ് ആയിട്ടില്ല സ്പ്രിങ് കൊടുത്തിട്ട്. അതാണ് കാരണം. അല്ലെങ്കിൽ ഇച്ചിരി സ്പീഡ് കൂട്ടിയാൽ സ്റ്റോപ്പി കുറച്ചും കൂടി ലെങ്തി ആക്കാൻ പറ്റും. പക്ഷേ ഇത് നമുക്കൊരു ധൈര്യമില്ല. കാരണം എപ്പോഴാണ് വീഴാന്ന് പറയാൻ പറ്റില്ല, എപ്പോഴാണ് അത് സ്റ്റോപ്പ് ആകുന്നത്. അപ്പോൾ ആ ഒരു പേടി കാരണമാണ് ഇപ്പോൾ ലോങ് സ്പീഡിൽ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ശരിക്കും സ്റ്റോപ്പിൽ നോക്കിയതാ ബ്രേക്ക് ടാപ്പ് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു, ടാപ്പ് ചെയ്യുന്നു, ആ ഒരു രീതിയിലാണ് സ്റ്റോപ്പ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ സ്റ്റോപ്പ് ഇപ്പോൾ വീഡിയോ 2 കണ്ടു. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഞാൻ റൈഡിങ് ടൈം പറഞ്ഞു. അത് ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു മിനിറ്റ്, വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എന്താ പറയുക, റൈഡ് ചെയ്യുന്ന ടൈം ഞാൻ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നത്. എങ്കിലും ഒന്നും കൂടി നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കി തരാമെന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആദ്യം ഫ്രണ്ട് ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിംഗ് ഒരിക്കലും മാക്സിമം 1 അല്ലെങ്കിൽ 2, ഇത് ഹൈഡ്രോളിക് ക്യാബിൾ ബ്രേക്ക് ആയതുകൊണ്ട് 2 വിരൽ ഇവിടെ യൂസ് ചെയ്യാം, ബ്രേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഹാൻഡിൽ, നമ്മുടെ കൈ ബെൻഡാവരുത്, സ്ട്രൈറ്റ് ഹാൻഡിൽ ഹോൾഡ് ചെയ്തിരിക്കുക ഈ ഒരു പൊസിഷനിൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഈ പെഡലിൽ 2 പെഡലായാലും സ്റ്റേ ആവുമല്ലോ, ഇങ്ങനെ സ്റ്റേ എടുത്തുനിന്ന് പെഡൽ ചവിട്ടി നിന്നിട്ട് ബാക്ക് ഒന്ന് പുൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ബാക്ക് പുൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോർമലി സ്റ്റോപ്പ് ഈ സീറ്റ് ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ അതൊരു പെർഫെക്റ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു ഹൈറ്റ് തന്നെ നമുക്ക് ആവശ്യമില്ല, അത് ഇച്ചിരി കുറയ്ക്കാം. ഓക്കെ, ഇതാണ് പെർഫെക്റ്റ് ഹൈറ്റ്. അപ്പോൾ ഈ ഒരു പൊസിഷൻ ഇങ്ങനെ പുള്ള് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ പുള്ള് ചെയ്യുമ്പോൾ ഇവിടെ ചവിട്ടി നിന്നിട്ട് സീറ്റിന് ഒന്നിച്ച് വരണം. അപ്പോൾ പിന്നെ ഒരു കാര്യം അതാണ് സീറ്റിൻ്റെ ആ ഒരു പൊസിഷൻ. രണ്ടാമത് വിരൽ ഇപ്പോൾ നോക്കിക്കോ, ഈ ഒരു പൊസിഷനിൽ വന്നാൽ ഇവിടെ ഹോൾഡ് ചെയ്യുക, ജമ്പ്. ആ ഒരു ഹാൻഡിൽ സ്ട്രൈറ്റ് ഇത്ര ഒരു ബാലൻസിങ്ങിനുള്ളൊരു പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റോപ്പിയുടെ ഒരു എന്താ പറയുന്നത് ഒരു കാര്യം. പിന്നെ അത് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ ലോങ് പോകുന്തോറും പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇത് ലെങ്ത് കൂടിക്കൊണ്ട് വരും. അപ്പോൾ ഇതാണ് സ്റ്റോപ്പി. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഏകദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദാറ്റ്, ബൈ ബൈ.